Hi, my name is SJ and this is Motion and Emotion. ഇന്ന് വെനസ്ഡേ ആണ്. നിഫ്റ്റിയിലെ ഒരു ട്രേഡ് ഐഡിയനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആൻഡ് ഓൾസോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കിൽ സോൺസ് അല്ലെങ്കിൽ ടൈം ആൻഡ് പ്രൈസ്. എന്തുകൊണ്ടാണ് ഒരു ന്യൂയോർക്ക് ലോക്കൽ ടൈമിന് ഒരു ഇന്ത്യൻ മാർക്കറ്റിലെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാനൊന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കാണാം, മൺഡേ യൂഷ്വലി നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. ആൻഡ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു മൺഡേ. ആൻഡ് ട്യൂസ്ഡേ അതിൻ്റെ മൺഡേയുടെ ലോ ആണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ട്യൂസ്ഡേ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ടൈമിൽ അത് ഇന്നത്തെ ഓപ്പണിങ്ങിലാണ്. ഓക്കെ, 22:45, അതായത് വെനസ്ഡേ ഓപ്പണിങ്ങിലാണ്. ബട്ട് ന്യൂയോർക്ക് ലോക്കൽ ടൈമിൽ അത് ട്യൂസ്ഡേ ആണ്. സോ ട്യൂസ്ഡേ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ബുള്ളിഷ് വീക്ക് സിനാരിയോ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ ലോ ഓഫ് ദി വീക്ക് ഫോം ചെയ്യേണ്ട, അതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ അത് തന്നെയാണ് ഇവിടെ ഇന്ന് ട്രേഡിൽ ഉദ്ദേശിച്ചത്. മൺഡേയുടെ ലോ ട്യൂസ്ഡേയിൽ ടേക്ക് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇന്ത്യൻ ടൈമിൽ അത് വെനസ്ഡേ ആണെങ്കിലും ട്യൂസ്ഡേയിലാണ് ടേക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ നോക്കേണ്ടത്, നമുക്കൊരു മിഡ് നൈറ്റ് ഓപ്പണിംഗ് ശേഷം, അപ്പോൾ നമുക്ക് ട്യൂസ്ഡേ ലോ ഓഫ് ദി വീക്കായിട്ട് ഫോം ചെയ്ത് നമ്മളൊരു ബുള്ളിഷ് വീക്ക് സിനാരിയോ ആണ് നമ്മൾ നോക്കുന്നത്. കാരണം മൺഡേയുടെ ഹൈയോ ലോയോ, ഓക്കെ, ട്യൂസ്ഡേയിൽ എടുത്തിരിക്കുന്നത് മൺഡേയുടെ ലോ ആണ്. സോ വെനസ്ഡേ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. ഒരു എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂവേഷൻ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് നമ്മൾ വെനസ്ഡേയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആഫ്റ്റർ ഓൾ മൺഡേയുടെ ലോ എടുത്തിരിക്കുന്നത് ട്യൂസ്ഡേ ആണ്. സോ വെനസ്ഡേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? മിഡ് നൈറ്റ് ഓപ്പണിംഗിന് ശേഷം പ്രൈസ് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തണം. ഓക്കെ, മേ ബി അത് ചിലപ്പോൾ ഈ ട്യൂസ്ഡേയുടെ ലോ എടുക്കാം. ഓക്കെ, എടുത്തിട്ട് വെനസ്ഡേ വേണമെങ്കിൽ ലോ ഓഫ് ദി വീക്ക് ഫോം ചെയ്യാം. ഓർ ഇവിടെ നമ്മൾ പ്രൈസ് കാണാൻ സാധിക്കുന്നത്, ഇന്നത്തെ ദിവസം ഇവിടുത്തെ ആ ലിക്വിഡിറ്റി എടുക്കുന്നു, സെൽ സൈഡ് സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മുകളിലേക്ക് തരുന്നു. ഇനിയാണ് നമ്മൾ ടൈമിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് പോകേണ്ടത്. ഇവിടെ സമയം നോക്കുക, ഇതാണ് 2 മണി. കൃത്യം 2 മണിക്കാണ് നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. ബൈ സൈഡ് ഇംബാലൻസ്, സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി ഫോം ചെയ്തിരിക്കുന്നത് വിത്ത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതാണ് ഫസ്റ്റ് മിറ്റിഗേഷൻ. നമുക്കിവിടെ വേണമെങ്കിൽ എൻട്രി എടുക്കാം. 2:20 എൻട്രി. ഓക്കെ, കുറച്ചുകൂടെ പർട്ടിക്കുലറായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് എൻട്രി എടുക്കാം. നമുക്കൊരു OT-യിൽ വേണമെങ്കിൽ അതെടുക്കാം. OT-യിൽ നമുക്ക് ടൈം ഫ്രെയിമിൽ വരുവാണെങ്കിൽ ഒരു 0.62 മിറ്റിഗേഷനിൽ അത് വന്നിട്ടുണ്ട്. അവിടെയാണ് ശരിക്കും ആ ഒരു എൻട്രിയുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ഇൻട്രോൽ. അപ്പോൾ അത് ആ സമയം ശ്രദ്ധിക്കുക. ആ മിറ്റിഗേഷൻ എപ്പോഴാണ് നടക്കുന്നത്? 3 മണി, കൃത്യം 3 മണി. അതായത് ലണ്ടൻ സിൽവർ ബുള്ളറ്റിൻ്റെ ടൈം വിൻഡോയിലാണ് ആ ഒരു ഇൻസൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുന്നു. ഓക്കെ, സ്വീപ്പിന് ശേഷം നമുക്ക് മുകളിലേക്ക് ആ ഒരു എൻട്രി കണ്ടിന്യൂവേഷൻ തരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ആ ഒരു എൻട്രി വരിക. കൃത്യമായിട്ട് എൻട്രി എന്ന് പറയുന്നത് ആ 5 മിനിറ്റിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേഷനോട് കൂടിയുള്ള ആ ഒരു എൻട്രിയാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്നലത്തെ ആ ഈക്വൽ ഹൈസ്, ട്യൂസ്ഡേയിൽ നമുക്ക് ഈക്വൽ ഹൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ലീവ് ചെയ്തിട്ടാണ് ഈ ഒരു താഴേക്ക് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയി. ശേഷം നമുക്ക് ഈ ഒരു സ്വീപ്പിന്, സെൽ സൈഡ് സ്വീപ്പിന് ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മുകളിലേക്ക് എൻട്രി തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സിൽവർ ബുള്ളറ്റിൻ്റെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള എൻട്രി വരുവാണെങ്കിൽ ആ 5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ പ്രൈസ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? സ്വീപ്പ് നടക്കുന്നു. ഇപ്പോൾ ടൈം ശ്രദ്ധിക്കുക, ഇതാണ് 3 മണിയുടെ താഴത്തെ സ്വീപ്പിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അല്ലേ, വിത്തൗട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് ആദ്യത്തെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് എൻട്രി വെക്കാം. ഓക്കെ, സോ ഇതാണ് ആ ഒരു എൻട്രി എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു SMT കാണാൻ സാധിക്കും. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിൽ SMT. ഇവിടെ മൺഡേയുടെ ലോ ട്യൂസ്ഡേയിൽ എടുത്തിട്ടില്ല. ഇതൊരു ഫെയിലർ സ്വിംഗ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ട് മുകളിലേക്ക് പോയി. ഓക്കെ, ഇപ്പോൾ സ്ട്രോങ്ങർ പെയർ എന്തായാലും നിഫ്റ്റി ആയിരിക്കും, ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. നമുക്ക് നിഫ്റ്റിയിലാണ് ആ വളരെ ഒരു ടട്ടൽ സൂപ്പ് എൻട്രി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ട്രേഡ് ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ന്യൂയോർക്ക് ലോക്കൽ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. അത് ഇന്ത്യൻ ടൈമുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ആൻഡ് അറ്റ് ദി സെയിം ടൈം നമ്മൾ നോക്കേണ്ടത്, ആ ഒരു വീക്ക്ലി പ്രൊഫൈൽ നോക്കേണ്ടത് ന്യൂയോർക്ക് ലോക്കൽ ടൈമിനനുസരിച്ചായിരിക്കണം. ഇത് തന്നെയാണ് കഴിഞ്ഞ വീക്കുകളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ട്യൂസ്ഡേയിൽ മാനിപ്പുലേഷൻ നടക്കുന്നത്, അത് നമ്മളെ എന്താ പറയുക, അത് വെനസ്ഡേ ആണെങ്കിൽ ഇവിടെ ഇത് ലാസ്റ്റ് വീക്കിലെ ഇതാണ് മൺഡേ, ട്യൂസ്ഡേ മാനിപ്പുലേഷൻ, താഴെ അത് കണ്ടിന്യൂവേഷൻ, വെനസ്ഡേയിൽ അത് കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് പോവാണ്.
ബട്ട് ഈ സംഭവം നടക്കുന്നത് ഇത് ഏഷ്യയിലാണ് നടക്കുന്നത്. ബട്ട് ഇത് വെനസ്ഡേ ആണ് ഇത് ഓപ്പൺ ചെയ്ത് മാനിപ്പുലേഷൻ നടത്തിയിരിക്കുന്നത്. പക്ഷേ ന്യൂയോർക്ക് ലോക്കൽ ടൈമിൽ അത് ട്യൂസ്ഡേ ആണ്, ട്യൂസ്ഡേ ലോ ഓഫ് ദി വീക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ പർട്ടിക്കുലർ ആ എൻട്രി എന്ന് പറയുന്നത് ലാസ്റ്റ് വീക്കിൽ. ഇത് സെയിം എൻട്രിയാണ് ഇന്നിവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.